മഴ പെയ്യുമ്പോഴ് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി, ഇടിവെട്ടുമ്പോഴ് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി. മഴ പെയ്യുമ്പോഴ് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി, ഇടിവെട്ടുമ്പോഴ് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനടി. കഴിഞ്ഞ ദിവസം IM വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം, ആ മനുഷ്യന്റെ മകന്റെ വിവാഹമായിരുന്നു. വിവാഹ സമയത്ത് സ്റ്റേജിൽ നിലവിളക്കിനടുത്തിൽ കൂടി അദ്ദേഹം ചെരുപ്പിട്ട് നടന്നു. സോ വാട്ട് എന്ന് നമ്മൾ ചോദിക്കേണ്ട, സോ വാട്ട്, അതിനെന്താ? അദ്ദേഹം ചെരുപ്പിട്ട് നടന്നു. അതിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന അപരാധങ്ങൾ, സോഷ്യൽ മീഡിയയിൽ IM വിജയനൊക്കെ തെറി പറയുന്നത് നിങ്ങളൊന്ന് കാണുക തന്നെ വേണം. ഇന്നലെ ആ വിവാഹത്തിന് വന്ന ആളുകളില് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളില് ഒരാള് നമ്മുടെ വിനായകൻ ചേട്ടനായിരുന്നു. വിനായകൻ ചേട്ടൻ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. വിനായകൻ ചേട്ടൻ വന്നിരുന്നു, ഒപ്പം തന്നെ സുരേഷ് ഗോപി കൂടി അവിടെ വന്നിരുന്നു. ഇപ്പൊ അതിനെ താഴത്ത് കാണുന്ന കമന്റുകളിൽ ഒന്നിലാണ്, താഴ്ന്ന ജാതിക്കാരെ ചേർത്ത് പിടിക്കാൻ സുരേഷ് ഗോപിക്ക് ഒരു മടിയുമില്ല. ജാതി കേരളമാണ് എന്റെ സുഹൃത്തുക്കളെ, നാറിയ ജാതി കേരളമാണ്. പുലയന്മാർ തമ്മിലുള്ള സ്നേഹം എന്നാണ് നമ്മുടെ IM വിജയനെ വിനായകൻ ചേട്ടൻ കെട്ടിപ്പിടിച്ചപ്പോൾ താഴെ വന്നൊരു കമന്റ്. എത്ര തന്നെ ഉയരെത്തിയാലും ഇവരെ ജാതി ബോധം മാറില്ല, അസല് പൊലയന്മാരാ, കണ്ടില്ലേ നിലവിളക്കിനടുത്തിൽ കൂടി ചെരുപ്പിട്ട് നടക്കുന്നു എന്നാണ് IM വിജയനെതിരെ ചില കമന്റുകളെല്ലാം കാണാൻ കഴിഞ്ഞത്. ഇതൊന്ന് കാണൂ നിങ്ങൾ. IM വിജയൻ എന്താണ് ചെയ്തതെന്ന് കാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, ചെരുപ്പിട്ടിട്ടുണ്ട്, നിലവിളക്കിനടുത്ത് ചവിട്ടിയിട്ടുണ്ട്. അതിനെന്താ എന്ന് മാത്രമാണ് ഞാനൊക്കെ ചോദിക്കുക. അവിടുന്ന് ഒരു പഴം പറിച്ചെടുക്കുന്നത് കാണാം, തൊട്ടപ്പുറത്തൊരു കുഞ്ഞിന് കൊടുക്കുന്നത് കാണാം. ആ കുട്ടിക്ക് ആ ഒരു പക്ഷെ പഴം ആഗ്രഹിച്ചിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് IM വിജയൻ ഒരു മടിയും കൂടാതെ അത് പോകുന്നു. അപ്പോഴത്തേനും അവിടെ നമ്മുടെ ഹിന്ദുക്കളുടെ ഒക്കെ ജാതീയത ഇളകി. അയ്യോ, നിലവിളക്കിനടുത്തുള്ള ആ ഒരു തൂശനയിൽ ചവിട്ടുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? ചെരുപ്പൊക്കെ ഇട്ടിട്ട് നിലവിളക്കിന്റെ അടുത്ത് പോയി നിൽക്കാൻ പാടുമോ? എന്തുകൊണ്ട് നിലവിളക്കിനൊക്കെ എന്ത് പ്രസക്തി? അവിടെ IM വിജയൻ ചെയ്തത്, ആ കൊച്ചു കുഞ്ഞിന് അവിടെ പൂജയുടെ ഭാഗമായിട്ട് വെച്ച പഴത്തിൽ നിന്ന് ഒരു ചെറുപഴം എടുത്തിട്ട് ആ കുഞ്ഞിന് കൊടുത്തു. അവന് വിശക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ വാശി പിടിച്ചിരിക്കാം. പിന്നെ അവൻ മുന്തിരി ചോദിക്കുന്നു, അതും എടുത്തു കൊടുക്കുന്നു. 3-4 വയസ്സുള്ള കൊച്ചാണ്. കുട്ടികൾ അങ്ങനെയാണ്. ആ കുഞ്ഞിനോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഒരു നാറിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് അവന്റെ നിറം, അവന്റെ ജാതി, അത് മാത്രമായിട്ട് മാറുന്നു നമ്മുടെ ചർച്ചകളില്. ഇദ്ദേഹം എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ IM വിജയൻ എന്നതിനെ കുറിച്ചൊന്നും ചർച്ചയില്ല. അദ്ദേഹത്തിന്റെ മകൻ എന്ത് ജോലി ചെയ്യുന്നു, കെട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കെട്ടിയ ആ ഒരു മരുമകൾ എന്ന് വിളിക്കുന്ന മകൾ എന്ത് ജോലി ചെയ്യുന്നു, ആ പെൺകുട്ടി എന്ത് ജോലി ചെയ്യുന്നു, ഇത്തരം റെപ്യൂട്ടേഷൻസ് ഒന്നും അവിടെ ഇല്ല. അതിന് പകരമായിട്ട് വിനായകൻ ചേട്ടൻ വന്നപ്പോൾ, ഓ, താഴ്ന്ന ജാതിക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വിനായകൻ ചേട്ടന്റെ ഒപ്പം ഇനിയിപ്പോ മറ്റവനും കൂടി വരണമായിരുന്നു. ആര്? നമ്മുടെ പാട്ടുകാരൻ. അവനെ കണ്ടില്ലല്ലോ. പൊലയന്മാരുടെ സ്നേഹം മാത്രമാണല്ലോ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നാറിത്തര വർത്തമാനങ്ങൾ. ഇതാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ നിന്ന് ജാതി അങ്ങനെയൊന്നും വിട്ടുപോയിട്ടില്ല. ഇവിടൊക്കെ ചില ആളുകൾ ചിലത് മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പണ്ട് നമ്മുടെ വേടൻ പാട്ടുപാടിയ സമയത്ത് നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്ന KP ശശികല, ഹിന്ദുത്വത്തിന് എന്തൊരു സംഭവമാണ് അവർ പറഞ്ഞത്, വേടന് പാട്ടന് വേടന്റെ ജാതി പാട്ടില്ലേ, അത് പാടിയാൽ പോരേ എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ കമന്റുകളാണ്. ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി ഇതാ താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള IM വിജയന്റെ വീട്ടിലേക്ക് എത്തി എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു ഫുട്ബോൾ ഇതിഹാസത്തിന്റെ വീട്ടിലേക്ക് ഒരു സിനിമാ നടൻ എത്തിയെന്നോ ഒരു കേന്ദ്രമന്ത്രി എത്തിയെന്നോ എന്നതിന്റെ പകരമായിട്ട് ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള IM വിജയന്റെ വീട്ടിലേക്ക് എത്തുകയും താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള നമ്മുടെ വിനായകനെയും താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള IM വിജയന്റെ മകനെയും തൊട്ടു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്.
എന്തൊരു നാറി കേരളമാണ്, അല്ലെങ്കിൽ ഒരു നാറി ജാതി ചിന്ത കേരളമാണ് നമുക്ക് ചുറ്റുമെന്നുള്ളത് അത്ഭുതത്തോടെ അല്ലാതെ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിഭീകരമാണ്. അതിന് പകരമായിട്ട് IM വിജയൻ ചെയ്തു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടോ ആ നന്മയെ കുറിച്ചിട്ടോ ഒന്നുമില്ല. ആ കുഞ്ഞിന് അത് കൊടുത്തത് മാത്രം കമന്റ് ബോക്സിലെ മൈരന്മാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. കുറെ ആളുകളെ കരച്ചിൽ കേൾക്കുമ്പോൾ ചിരി വരുന്നു. അയ്യയുടെ മകന്റെ കല്യാണം അയാളുടെ ക്യാഷ് കൊടുത്ത് ഓഡിറ്റോറിയം അയാൾ വെച്ച നിലവിളിക്ക് ചെരുപ്പ് ഊരണോ വേണ്ട എന്ന് അയാളുടെ ഇഷ്ടം. കമന്റുള്ള നിലവിളി കേൾക്കുമ്പോൾ എല്ലാവരും എല്ലാം തികഞ്ഞവരാണല്ലോ. എടോ, ഞാൻ വാങ്ങിച്ച നിലവിളക്ക് ഞാൻ കത്തിക്കണോ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതിനൊരു ജാതിവാദിയുടെയും ഒരു ഹിന്ദുത്വവാദിയുടെയും എന്താ പറയുക ഓശാരൊന്നും വേണ്ട എന്നർത്ഥം. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പണം കൊണ്ട് വാങ്ങിച്ചത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ കത്തിക്കും, ഞാൻ ചിലപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിൽ ഒരുവനും കമന്റ് അടിക്കാൻ വരേണ്ട എന്നുള്ളതാണ്. IM വിജയനെ പണം കൊണ്ടല്ലേ മുണ്ട് മടക്കി കുത്തി ഇറങ്ങിയപ്പോൾ ഞാൻ കരുതി പുള്ളി ഫുട്ബോൾ ആണെന്ന് കഴിച്ച് ഫ്രൂട്ട്സ് തട്ടി നിർമ്മിക്കുന്നു. അതൊക്കെ രസകരമായ കമന്റുകളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫുട്ബോൾ ആരാധനയോടുള്ള സംഗതിയാണ്. ആ ചെരുപ്പിട്ടുകൊണ്ട് ആ നിലവിളക്ക് വെച്ച ഇലയിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ, അത് മോശമായി പോയി എന്നാണ് ഒരു സംഘിയുടെ കമന്റ്. ഒന്ന് പോയിന തരത്തിപ്പോയി കളിക്ക്. നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ തൊടാൻ കഴിയാത്ത ഹൈറ്റ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് IM വിജയ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ലെവന്റെ രോമം പോലും നിങ്ങൾക്ക് ഒരു വർഷം ഒന്ന് തൊടാൻ അവകാശമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ടാവില്ല. അത്രയ്ക്ക് ഹൈറ്റ്സിൽ നിൽക്കുന്ന മനുഷ്യനാണ്. വിശക്കുന്ന കുഞ്ഞിനെയാണ് പുള്ളി ശ്രദ്ധിച്ചത്. വിശപ്പിനപ്പുറം ഒരു നിലവിളക്കുമില്ല എന്ന് ഒരുവൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഗംഭീരം, മനസ്സിലായില്ലേ? ഇതാണ് ഗംഭീരമായിട്ടുള്ള മറുപടി എന്നുള്ളതാണ്. വിവാഹ ഫംഗ്ഷൻ കഴിഞ്ഞ് ഗണപതി വാഹനം വെച്ച് മറ്റുള്ള കുട്ടികൾ നൽകുക, അതൊക്കെ ഏറ്റവും നല്ല കാര്യമല്ലേ? ഷൂ ഇലയിൽ ഷൂ ഇപ്പൊ ഇട്ട് ചവിട്ടിയാൽ തന്നെ എന്താണെന്ന് അപ്പൊ പറഞ്ഞു വെച്ച് എത്രയാണ്. IM വിജയനായാലും ഇവിടെ നമ്മുടെ ജാതി കേരളം ജാതി പറയുക തന്നെ ചെയ്യും. ജാതി പറയണം. VD സതീശനായിരുന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായപ്പോ VD സതീശ മേനോൻ ആയ കേരളമാണ്. അപ്പൊ ഇവിടെ ജാതിയൊക്കെ പറഞ്ഞു തുടങ്ങും. അത്തരം വൃത്തികേടുകളൊക്കെ ഇനി ഉറക്കെ പറഞ്ഞു തുടങ്ങും. ബൈ.